മനസ്സ് കൂടുതൽ വേദനിക്കുമ്പോൾ കൂടുതൽ തിരക്കുകളിലേക്ക് ഓളിയിടാൻ പഠിക്കണം. ആവശ്യമില്ലാത്ത വഴികളിലേക്ക് മനസ്സിനെ സഞ്ചരിക്കാൻ വിടരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിന്തകൾ കാടുകയറാം. ഹൃദയത്തിലേൽക്കുന്ന ക്ഷതങ്ങൾക്ക് ആഴം കൂടിക്കൂടി വരാം. അവസാനം മനസ്സമാധാനത്തിന് ആത്മഹത്യയിൽ അഭയം തേടാം. എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. പകരം നമ്മൾ ഇത്രയും നാൾ കണ്ട കാഴ്ചകൾ കണ്ണിൽ നിന്ന് മറഞ്ഞു പോവും. ജീവിക്കേണ്ട ജീവിതം നഷ്ടപ്പെട്ടു പോവും. അനുഭവിക്കാനുള്ള സുഖങ്ങൾ അറിയാതെ പോവും. നീ മരിച്ചാൽ ഞാൻ കൂടെ ചാവുമെന്ന് പറയുന്നവർ വരെ ശവം കത്തിത്തീരും മുമ്പേ, അല്ലെങ്കിൽ ശവം കുഴിയിലേക്ക് ഇറക്കി കുഴി മണ്ണിട്ട് മൂടിത്തീരും മുമ്പേ ചായ കുടിക്കാൻ തുടങ്ങും. അത്രയും നേരം ബോഡിക്ക് മുമ്പിൽ വിശന്നിരുന്നവർ വിശപ്പു തീർക്കാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങും. അലറിക്കരഞ്ഞവർ പോലും പിറ്റേന്ന് രാവിലെ മുതൽ ആ വീട്ടിൽ ആഹാരം വെക്കാനും കഴിക്കാനും തുടങ്ങും. തീർന്നു എല്ലാ സ്നേഹവും. അതിപ്പോ അപ്പനായാലും മക്കളായാലും കാമുകനായാലും ഭർത്താവായാലും അത്രയേ ഉള്ളൂ ഈ പറയുന്ന സ്നേഹമൊക്കെ. 6 അടി മണ്ണിലോ എരിയുന്ന തീയിലോ ക്ഷണം തീരും. സ്വന്തം ജീവൻ, സ്വന്തം ശരീരം നോക്കണം, അത്രയേ വേണ്ടൂ. പിന്നെ ആർക്കു വേണ്ടി, ആരെ തോൽപ്പിക്കാൻ ആത്മഹത്യ ചെയ്യണം? പിന്നെ പ്രണയം. നമ്മുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ അവർ നമ്മളെ ഓർക്കാതിരിക്കില്ല. നമ്മൾ സ്നേഹത്തോടെ വിളിച്ചത് ഒരു തവണയെങ്കിലും അവരുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അവർക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാനാവില്ല. എത്ര അകലത്തിലായാലും മനസ്സിൽ നെഞ്ചുപൊട്ടി വിളിക്കുന്നത് അറിയാതിരിക്കില്ല. ആ വിളി കേട്ടുവെങ്കിൽ ഒരു തവണയെങ്കിലും വിളി കേൾക്കാതെ ഉറങ്ങാനും ആവില്ല. നമ്മുടെ വിളി കേൾക്കുന്നില്ല എങ്കിൽ നമ്മുടെ വേവുന്ന മനസ്സ് കണ്ടില്ല എന്ന് ഉറപ്പിച്ചു കൊള്ളണം. നമ്മുടെ സ്നേഹത്തിന്റെ വിലയും അതിന്റെ ആഴവും തിരിച്ചറിയാനുള്ള മനസ്സുണ്ടായിരുന്നില്ലെന്ന് ഉറപ്പിച്ചു കൊള്ളണം. വേദനയിൽ ഉരുകി വെണ്ണീറായാലും ആത്മഹത്യ ചെയ്യരുത്. അത് തോറ്റുകൊടുക്കൽ തന്നെയാണ്. നമ്മളെ മറന്ന് നമ്മളെ ഓർക്കാൻ പോലും കൂട്ടാക്കാത്ത ഒരാൾക്ക് വേണ്ടിയുള്ള തോറ്റുകൊടുക്കൽ. അവർ പോയ വേദനയിൽ നമ്മുടെ ഉടൽ ചുട്ടുപൊള്ളുന്നുവെന്നും തൊണ്ടയിൽ ശ്വാസം തടഞ്ഞു പിടയുന്നുവെന്നും വരാം. ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്നു പോയെന്നും തോന്നാം. പ്രപഞ്ചം തന്നെ നിശ്ചലമായതായി തോന്നാം. എന്നാലും ആത്മഹത്യ ചെയ്യരുത്. ഉള്ളിൽ ഒരു അഗ്നി കൊണ്ട് നടക്കുമ്പോഴും കണ്ണുകളിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീണാലും വീഴാൻ സമ്മതിക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ കൈ പിടിച്ചു നടത്താൻ ആരും ഉണ്ടായെന്ന് വരില്ല. ഒരാശ്വാസവാക്ക് പറയാൻ പോലും, ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടായെന്ന് വരില്ല. എങ്കിലും ജീവിക്കണം. തോറ്റിട്ടില്ല, തോൽക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനെങ്കിലും. നിങ്ങളുടെ മനസ്സിന് ശാന്തി കിട്ടുക കൂടുതൽ തിരക്കുകളിൽ ഏർപ്പെടുമ്പോഴാണെങ്കിൽ അങ്ങനെ. അതല്ല ഒറ്റക്കുള്ള യാത്ര കൊണ്ട് സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ. ഇറങ്ങി നടക്കണം, നിങ്ങളുടെ കാല് കഴക്കും വരെ. ആ നടപ്പിൽ നിങ്ങളുടെ മനസ്സിനെ തൊടുന്ന ഏതെങ്കിലും കാഴ്ചകൾ നിങ്ങളെ തേടി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ മാറും, സമാധാനം കിട്ടും. അങ്ങനെയുള്ള സ്വയം രക്ഷയ്ക്കുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തുക. പലരും നമ്മളെ ചെയ്തികളെ പഴിക്കാം, കുറ്റം പറയാം. പക്ഷേ നമ്മുടെ മനസ്സമാധാനമാണ് പ്രധാനം. തെരഞ്ഞെടുക്കുന്ന വഴിയിൽ മറ്റൊരു ദുഃഖത്തെ വിളിച്ചു കയറ്റരുതെന്ന് മാത്രം.